ടാറ്റ സിയറ. ഈ സിയറ എന്ന് പറയുന്ന പേര് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അറിയാത്തതായിട്ടുള്ള ആൾക്കാർ നമ്മുടെ വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. കാരണം നേരത്തെ ഉണ്ടായിരുന്ന സിയറയുടെ ആ ഒരു പേരിൻ്റെ ബേസിലാണ് പുതിയ സിയറ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ടാറ്റ കൊണ്ടുവന്നത്. ആ സിയറ IC എഞ്ചിനിൽ, അതായത് ഡീസൽ പെട്രോൾ എഞ്ചിനിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കിട്ടിയിരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ടാറ്റ സിയറ .EV എന്ന് പറയുന്ന അവരുടെ EV വേർഷൻ, ഇലക്ട്രിക് വേർഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വാഹനം. സോ സിയറയെ പറ്റി പറഞ്ഞാൽ, പുതിയ സിയറയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40,000 യൂണിറ്റ്സ് ഇതുവരെ വിറ്റഴിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ എന്നുള്ളതാണ് ടാറ്റ അവകാശപ്പെടുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ .EV അല്ലെങ്കിൽ ഇലക്ട്രിക് വേർഷൻ സിയറ .EVയുമായിട്ട് വന്നിരിക്കുകയാണ്. സോ എക്സ്റ്റീരിയർ ഡിസൈൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോകാം. കാരണം വിപിൻ ലോഞ്ചിൻ്റെ സമയത്തൊക്കെ എക്സ്റ്റീരിയറിനെ പറ്റിയൊക്കെ ഡിസൈൻ പറഞ്ഞ, എന്നാലും ജസ്റ്റ് ടു ടെൽ യു, എക്സ്റ്റീരിയറിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല എക്സെപ്റ്റ് ഫോർ ദ ഫ്രണ്ട്. ഈ ഫ്രണ്ട് കുറച്ചും കൂടെ നീറ്റായി എന്ന് വേണമെങ്കിലും എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ക്ലീനായി. സോ ഒരു ക്ലീൻ ഫേസ് ആണ് പുതിയ .EVയിലേക്ക് വന്നപ്പോൾ സിയറയിൽ കിട്ടുന്നത്. ബാക്കിയുള്ള DRLs, ഹെഡ്ലൈറ്റ്സ്, ഫോഗ് ലാംപ്സ്, എവറിത്തിങ് ലുക്സ് സിമിലർ. ഈ ഒരു താഴത്തെ ഭാഗവും ഏകദേശം സിമിലർ തന്നെയാണ്. സോ ഫ്രണ്ടിലാണ് ഒരു വ്യത്യാസം എന്ന് പറയാനുള്ള ഒരു ഏരിയ ഉള്ളത്. ബാക്കി എല്ലാം തന്നെ സൈഡ് പ്രൊഫൈലാണെങ്കിലും ബാക്കിലാണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്തും അതിൻ്റെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ തന്നെയാണ്. നമ്മുടെ IC എഞ്ചിനുള്ള വാഹനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ തന്നെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ, എക്സെപ്റ്റ് ഫോർ ദ ഫ്രണ്ട് ഫേസ്. ഡിസൈനിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും 2-3 ബാഡ്ജിങ്ങിൻ്റെ അഡീഷണൽ വന്നിട്ടുണ്ട്. ടാറ്റ .EV എന്നുള്ള ബാഡ്ജിങ്, അതുപോലെ തന്നെ QWD ഓർ 4WD ഡ്യുവൽ മോട്ടറാണ്. ഒരു 4-wheel ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷനും കൂടി ഇപ്പോൾ ടാറ്റ സിയറ .EVയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ടോപ്പ് ഓഫ് ദ വേർഷനിൽ നമുക്കിപ്പോൾ ഓൾ വീൽ ഡ്രൈവ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ കളറാണെങ്കിലും നമുക്ക് ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷനിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഈ QWD ഓപ്ഷനിൽ മാത്രമായിരിക്കും ഈ പർട്ടിക്കുലർ കളർ ലഭിക്കുള്ളൂ. പക്ഷേ മറ്റ് കളറുകളെല്ലാം നമുക്ക് ഓൾ വീൽ ഡ്രൈവിലും മറ്റ് നോർമൽ മോഡലും അല്ലെങ്കിൽ റിയർ വീൽ ഡ്രൈവിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ കളേഴ്സ് ഏകദേശം 7 ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നോർമലി നമ്മളുടെ ഒരു വറി എന്താണെന്ന് വെച്ചാൽ IC എഞ്ചിനിൽ നിന്ന് EVയിലേക്ക് വരുമ്പോൾ ഉള്ള ബൂട്ട് സ്പേസിൻ്റെ ഒരു വ്യത്യാസമാണ്. സർപ്രൈസിംഗ്ലി ഈ ഒരു ബൂട്ട് സ്പേസിൽ വേറെ വ്യത്യാസമൊന്നും നമ്മുടെ ഈ ഡീസൽ പെട്രോൾ അല്ലെങ്കിൽ IC എഞ്ചിനിൽ നിന്ന് വരുമ്പോൾ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. 622 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് തന്നെയാണ് നമുക്ക് EVയിലും ലഭിക്കുന്നത്. അതുപോലെ ജെസ്റ്റർ കൺട്രോൾ ഉണ്ട്. അതുപോലെ ഇലക്ട്രിക്കലി നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ബൂട്ട് ലിഡും നമുക്കിപ്പോൾ സിയറ .EVയിൽ ലഭിക്കുന്നുണ്ട്. 622 ബൂട്ട് സ്പേസ് ഞാൻ പറഞ്ഞു, അത് IC എഞ്ചിനും EVയുമായിട്ട് യാതൊരു വ്യത്യാസവും. ആ സെയിം ബൂട്ട് സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു EVയിലും കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം EVക്കുള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ EVയിൽ കുറച്ചും കൂടി സ്പേസ് കിട്ടും എന്ന് പറയാനുള്ളത് ഈ ഫ്രണ്ട് സ്പേസിലാണ്. ഇതിപ്പോൾ ഒരു 4-wheel ഡ്രൈവ് ആണ്. 4-wheel ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ആണ്. ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ സ്പേസ്, ഫ്രണ്ട് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നത് 35 ലിറ്ററിൻ്റെ സ്പേസാണ്. ഇനി അല്ല ഒരു റിയർ വീൽ ഡ്രൈവ് ആണ് എങ്കിൽ നമുക്ക് 55 ലിറ്ററിൻ്റെ ഫ്രണ്ട് സ്പേസും 622ൻ്റെ കൂടെ നമുക്ക് കിട്ടും. സോ ഇറ്റ്സ് ബെറ്റർ. ബൂട്ട് സ്പേസ് വൈസ് നോക്കുമ്പോൾ IC എഞ്ചിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് EVയിൽ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി നോർമലി ഡസൻറ്റ് ഹാപ്പൻ, പക്ഷേ സിയറ .EVയിൽ അത് സാധിക്കും. സിയറ .EVയുടെ ഇൻറ്റീരിയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IC എഞ്ചിനായിട്ട് ഒരുപാട് കമ്പാരിസൺസ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സിമിലാരിറ്റീസ് നമുക്ക് ഫീൽ ചെയ്യും ഇൻ ഡിഫറെൻറ്റ് വേസ്. പ്ലസ് എല്ലാം നല്ലത് തന്നെയാണ്. ലുക്സ് നൈസ്, ഇറ്റ്സ് ലുക്സ് പ്രീമിയം, ഇറ്റ്സ് എ ന്യൂ ഡിസൈൻ. നമ്മൾ ടാറ്റയുടെ വാഹനങ്ങൾ സാധാരണ കാണാത്ത ഡിസൈനൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നൊരു ട്രിപ്പിൾ സ്ക്രീനാണ്. ഈ ട്രിപ്പിൾ സ്ക്രീൻ കോൺസെപ്റ്റ് നമ്മളിപ്പോൾ പല വാഹനങ്ങളും, മെർസിഡീസ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ ഈ ട്രിപ്പിൾ സ്ക്രീൻ കോൺസെപ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. അത് ആക്ച്വലി സിയറയിൽ ഇറ്റ് ലുക്സ് നൈസ്, ഇറ്റ് ലുക്സ് വെരി അപ്പ് മാർക്കറ്റ് പ്രീമിയം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ 3 സ്ക്രീനിൽ, ഈ 2 സ്ക്രീനും നമുക്ക് 12.3 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഈ 2 വരുന്നത്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം 2 സ്ക്രീൻ നമുക്ക് 12.3 വരും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ 10.25ൻ്റെ സ്ക്രീനാണ് വരുന്നത്. സ്ക്രീൻ ലുക്സ് ബിഗ്, പക്ഷേ നടുക്കാണ് ആ സ്ക്രീൻ വരുന്നത്. ബട്ട് എല്ലാവിധ ഇൻഫർമേഷൻസും നമുക്കതിനകത്ത് കിട്ടും. റേഞ്ചും കാര്യങ്ങളും, ഏത് മോഡിലാണ്, അതിൻ്റെ റീജനറേഷൻ മോഡ് എന്താണ്, പെർസെൻറ്റേജ് ഓഫ് ചാർജ് എത്ര ബാക്കിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും ഇതിനകത്ത്. ഇതിപ്പോൾ ഒരു 4-wheel ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ഉള്ളൊരു ഓപ്ഷനാണ്. റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ഡ്രൈവർ കമാൻഡ് സെൻറ്റർ ഉണ്ട്. അതിനകത്താണ് നമ്മുടെ കൺട്രോൾസിനുള്ള എല്ലാ സ്വിച്ചസും ഒരൊറ്റ ലെയറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടെറൈൻ സിസ്റ്റം ഉണ്ട്. ടെറൈൻ സിസ്റ്റം നമുക്ക് നോർമൽ, അതുപോലെ സ്നോ, ഗ്രാസ്, മഡ്, ദെൻ സാൻഡ്, റോക്ക് ക്രോൾ ആൻഡ് കസ്റ്റമൈസേഷൻ. ഇങ്ങനെ നമുക്ക് 6 ഡിഫറെൻറ്റ് ടെറൈൻ മോഡ്സാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനുണ്ട്. സോ ഒരു ഓൾ വീൽ ഡ്രൈവ് ഉപയോഗിക്കുന്ന സമയത്തെല്ലാം തന്നെ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പല ഇപ്പോൾ ഇതിൻ്റെ ഡിപ്പാച്ചർ ആംഗിളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ
ഇതെല്ലാം ഒരു അത്യാവശ്യം ഒരു മോശമായ ടെറൈനിലൂടെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം കേപ്പബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ് റോഡ് കാര്യങ്ങളെല്ലാം ഉള്ളത്. അതിനോടൊപ്പം നമുക്ക് ഡ്രൈവ് മോഡ്സ് ഉണ്ട്, 3 ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഈക്കോ മോഡ് അല്ലെങ്കിൽ സിറ്റി മോഡ് ഉണ്ട്. സിറ്റി മോഡാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. പിന്നെ ഒരു ഈക്കോ മോഡ് ഉണ്ട്, സ്പോർട്ട് മോഡ് ഉണ്ട്, അതിനോടൊപ്പം ബൂസ്റ്റ് മോഡും ഉണ്ട്. ബൂസ്റ്റ് മോഡിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ടോക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത്. 500 Nm ടോർക്കാണ് ഈ വാഹനത്തിൻ്റെ പീക്ക് ടോക്ക് വരുന്നത്. അത് മുഴുവൻ നമുക്ക് ബൂസ്റ്റ് മോഡിലാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓട്ടോ പാർക്കിംഗ് ഉണ്ട്, ഓട്ടോ പാർക്ക് അസിസ്റ്റ് ഉണ്ട്, അതിൻ്റെ സ്വിച്ചും ഉണ്ട്. HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെയും സ്വിച്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വിച്ചുകളെല്ലാം നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. സോ IC എഞ്ചിനിലും ഇതുമായിട്ടുള്ളൊരു ഹെഡപ്പ് ഈ ഡിസ്പ്ലേയുടെ ഒരു വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ ഹെഡപ്പ് ഡിസ്പ്ലേയുടെ വ്യത്യാസം വരുന്നത് 3 സ്ക്രീൻ വരുമ്പോൾ അല്ലെങ്കിൽ ട്രിപ്പിൾ സ്ക്രീൻ വരുമ്പോൾ നമുക്ക് IC എഞ്ചിനിൽ നമുക്കൊരു ഹെഡപ്പ് ഡിസ്പ്ലേ കിട്ടുന്നില്ലായിരുന്നു. ഡ്യുവൽ സ്ക്രീൻ ആണെങ്കിൽ നമുക്ക് ഹെഡപ്പ് ഡിസ്പ്ലേ കിട്ടുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ട്രിപ്പിൾ സ്ക്രീനും ഹെഡപ്പ് ഡിസ്പ്ലേ നമുക്ക് ഒരുമിച്ച് തന്നെ ആ ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ വേർഷനിൽ ലഭിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ ലുക്ക് സിമിലർ. ഒരു EVയിലേക്ക് വരുമ്പോൾ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും വേറെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു സെൻറ്റർ കൺസോളും ഈ ഒരു ഐലൻഡ് ഫീലും അതുപോലെ ഡോർ പാഡിലുള്ള ഐലൻഡ് ഫീൽ എല്ലാം നമ്മൾ IC എഞ്ചിനിൽ കണ്ടിരിക്കുന്നതാണ്. ഇറ്റ്സ് ഓൾ ആക്ച്വലി നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ 12 JBLൻ്റെ സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ ഈ ആൻഡ്രോയിഡ് ഓട്ടോ, ഞാനിപ്പോൾ എൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി എന്ന് പറയുന്നതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റില്ല, ടാറ്റയിൽ ആദ്യമായിട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇപ്പം മാപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്പോട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആക്ച്വലി കാണിക്കും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ വാഹനത്തിൽ എത്ര % ബാറ്ററി ബാക്കി ഉണ്ടാകും നമ്മളെ കാണിക്കും. അതുപോലെ തന്നെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടെല്ലാം കാണിക്കും. അതിനകത്ത് തന്നെ നമുക്ക് ഇത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് തൊട്ട് ആ ഒരു എൻഡ് പോയിൻ്റ് വരെയുള്ള % നമുക്ക് കാണിക്കും. എത്ര % അവിടെ ചെല്ലുമ്പോൾ ബാക്കിയുണ്ടാകും. അതുപോലെ തന്നെ തിരിച്ച് ഇവിടെ വരാനുള്ള ആ ഒരു % കൂടി ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ പോണ വഴിക്ക് ചാർജിങ് സ്റ്റേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണെങ്കിൽ കാണിക്കും. എത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷൻ. സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കണം, മാപ്പുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കണം. മാപ്പിൽ നമുക്ക് പോകേണ്ട സ്ഥലം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫർമേഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ആ ഒരു മാപ്പിൽ തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് ഓട്ടോയിൽ വരുന്നൊരു പ്രത്യേകത. ആപ്പിൾ കാർപ്ലേയിലേക്ക് വന്നാൽ അതിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. അതിന് ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ആപ്പിൾ കാർപ്ലേയിലും ലഭിക്കുന്നുണ്ട്. സീറ്റാണ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. ഞാൻ എടുത്തു പറയുന്ന കാര്യം, കാരണം നോർമലി എനിക്ക് ടാറ്റയുടെ പല വാഹനങ്ങളും നോക്കി എനിക്ക് സീറ്റ് ഒട്ടും അങ്ങ് എൻ്റെ ഒരു പൊസിഷനിങ്ങിന് പറ്റാറില്ല. എൻ്റെ ഇവിടെയൊക്കെ വന്ന് നിൽക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ടബിൾ ആണ്, പ്രോപ്പറായിട്ടുള്ള സീറ്റിംഗ് ആണ്. അതുപോലെ തന്നെ വെൻറ്റിലേറ്റഡ് സീറ്റാണ് വരുന്നത് ഫ്രണ്ടിൽ. അതൊന്നും കൂടാതെ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഇതിനകത്ത് അണ്ടർ തായ് സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന അണ്ടർ തായ് സപ്പോർട്ടാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. സോ അതും ഒരു അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. സൺറൂഫ് ലഭിക്കുന്നുണ്ട്. ബാക്ക് സീറ്റിലെ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് IC എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സ്പേസ് വന്നിരിക്കുന്നത്. ദർ ഇസ് നോ സ്പേസിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. പ്ലാറ്റ്ഫോം കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട്, കുറച്ച്. അത് വലിയൊരു ഓഡ് ഫീലിങ്ങിലൊന്നും വരുന്നില്ല. നമുക്ക് ഇപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തൈസ് മുട്ടാത്തൊരു ഫീലുണ്ട്. പക്ഷേ കാല് നീട്ടി വെച്ച് കഴിഞ്ഞാൽ തൈസ് മുട്ടുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. IC എഞ്ചിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ സ്പേസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു സിമിലർ ഫീൽ വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ബാക്കിലൊരു AC ബ്ലോവർ കൊടുത്തിട്ടുണ്ട്. 2 ചാർജിങ് സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീ ടൈപ്പ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡോർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കുറച്ചൊന്ന് കവേർഡ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഒരു സ്പീക്കർ സെറ്റപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞ പോലെ JBLൻ്റെ സ്പീക്കറിൻ്റെ ആ ഒരു 12 ഒരെണ്ണം ഈ ഡോറിലാണ് വരുന്നത്, ഓരോന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൺബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട്. സീറ്റ്സ് നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു കംഫർട്ടബിൾ സീറ്റിംഗ് ആണ്. നല്ലൊരു വിസിബിലിറ്റിയും പുറത്തോട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സീറ്റ് നമുക്ക് 2 സ്റ്റെപ്പിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. സൺ റൂഫിൻ്റെ എക്സ്റ്റൻഷൻ ബാക്ക് സീറ്റ് കഴിഞ്ഞിട്ടും ആക്ച്വലി വന്നിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് അത് എക്സ്റ്റൻഷൻ വന്നിട്ടില്ല, പക്ഷേ ബാക്ക് സീറ്റിലാണ് കൂടുതലും അതിൻ്റെ ആ ഒരു സൺറൂഫിൻ്റെ എക്സ്റ്റൻഷൻ വന്നിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ബാക്ക് സീറ്റ്. ഞാൻ പറഞ്ഞ പോലെ സ്പേസിനൊരു പ്രശ്നമില്ല. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് സ്പേസ് ടു ബി. വിസിബിലിറ്റിയും നല്ല രീതിയിൽ തന്നെയുണ്ട്. ഒരുപാട് ഫാൻ ബേസ് ഉള്ള സിയറയുടെ .EV, അതായത് ഇലക്ട്രിക്കിൻ്റെ ഡ്രൈവിലാണ് ഞാനിപ്പോൾ. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടു. ഇതിൻ്റെ ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ റേഞ്ച് തന്നെയാണ്. അല്ലെങ്കിൽ ഏതൊരു ഇലക്ട്രിക് വാഹനത്തിനെയും ഫസ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റേഞ്ചിൻ്റെ കാര്യം തന്നെയാണ്. ബാറ്ററി പാക്ക് എത്ര, റേഞ്ച് എത്ര. ഇതിന് റേഞ്ച് 2 ബാറ്ററി പാക്കിലാണ് വരുന്നത്. സോ ആദ്യമേ ബാറ്ററി പാക്കിൻ്റെ കാര്യം പറയാം. 63 kWhൻ്റെയും 75 kWhൻ്റെയും ബാറ്ററി പാക്കാണ് വരുന്നത്. അതിൽ 63 അല്ല ഞാനിപ്പോൾ ഓടിക്കുന്നത്, 63 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിലാണ് 63 വരുന്നത്. അതിന് റേഞ്ച് ഏകദേശം പറയുന്നത്
ഒരു 50 റേഞ്ചിലാണ് അത് പറയുന്നത്. സോ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് 75 കിലോവാട്ടുള്ള ഒരു 4-wheel ഡ്രൈവ് അല്ലെങ്കിൽ all-wheel ഡ്രൈവ് സിസ്റ്റമുള്ള Sierra.EV ആണ്. ഇതിന് വരുന്ന ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ 75 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. ഈ 75 kWh all-wheel ഡ്രൈവ് ഉള്ളതിൻ്റെ റേഞ്ച് പറയുന്നത് 610 624 ഒക്കെയാണ് റേഞ്ച് കമ്പനി പറയുന്നത്. പക്ഷേ ഒരു റിയൽ വേൾഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഒരു റിയൽ വേൾഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റീജനറേഷൻ 3-ലിട്ട് അതുപോലെ തന്നെ ഈക്കോ മോഡിൽ, ഇപ്പോൾ ഞാൻ സിറ്റി മോഡിലാണ്, അത് ഈക്കോ മോഡിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 510 520 ഒക്കെ ആണ് കിട്ടാൻ സാധ്യതയുള്ളത് റിയൽ വേൾഡ് റേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞാൽ. കമ്പനി പറയുന്നത് 665 പക്ഷേ അത്രയും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു നിങ്ങൾ നോർമൽ രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാനൊരു ഹൈവേയിലാണ് പോകുന്നത്, ഒരു 85 to 100 ആ ഒരു കിലോമീറ്റേഴ്സ് റേഞ്ചിലാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്, കിലോമീറ്റേഴ്സ് പെർ അവർ റേഞ്ചിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 510 ആണ് റിയലിസ്റ്റിക് ഫിഗർ നിങ്ങൾക്ക് ടോപ്പ് അല്ലെങ്കിൽ 75 kWh ഉള്ള 4-wheel ഡ്രൈവ് സിസ്റ്റമുള്ള ഈ ഒരു Sierra.EVക്ക് കിട്ടുന്ന റേഞ്ച്. ഇനി അതല്ല, നിങ്ങൾക്ക് 4-wheel ഡ്രൈവ് സിസ്റ്റം വേണ്ട, എന്തിനാണ് 4-wheel ഡ്രൈവ് സിസ്റ്റം എന്നുള്ള ചോദ്യം പിന്നെയാണ്. പക്ഷേ 4-wheel ഡ്രൈവ് സിസ്റ്റം വേണ്ട, റിയർ വീൽ ഡ്രൈവ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. 75 kWh ആണെങ്കിൽ കമ്പനി പറയുന്നത് കുറച്ചും കൂടി റേഞ്ച് പറയുന്നുണ്ട്. മേ ബി നമുക്കൊരു 520 525 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് റിയൽ വേൾഡ് കിട്ടാനും സാധ്യതയുണ്ട്. സോ അതാണ് റേഞ്ചിൻ്റെ കാര്യം പറഞ്ഞാൽ കിട്ടുന്നത്. സോ ഇതിൻ്റെ പവർ വരുന്നത് ഈ 3 വേരിയൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ 3 ബാറ്ററി പാക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വേരിയൻസ് ആണ് വരുന്നത്. അതിന് 3 പവർ വ്യത്യാസമാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ 63 kWh ഉള്ള റിയർ വീൽ ഡ്രൈവിൻ്റെ വാഹനത്തിൻ്റെ പവർ വരുന്നത് 268 PS പവറാണ് കിട്ടുന്നത്. അതിൻ്റെ ടോർക്ക് ആണെങ്കിൽ 315 Nm ടോർക്കും, ഒരു നോർമൽ ടോർക്ക്, അല്ലെങ്കിൽ ഇലക്ട്രിക് കാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ ടോക്കിലാണ് വരുന്നത്. അതിൻ്റെ പവർ 268 വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന 75 kWh ഉള്ള ബാറ്ററി പാക്കുള്ള all-wheel ഡ്രൈവ് ആണെങ്കിൽ പവർ നല്ല രീതിയിൽ കൂടുതൽ 2 വീലിലേക്ക് അല്ലെങ്കിൽ 4 വീലിലേക്കും പവർ, അല്ലെങ്കിൽ ഡ്യുവൽ മോട്ടറാണ് വരുന്നത്, ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ മോട്ടർ, ഓരോ മോട്ടർ വീതം വരുന്നതുകൊണ്ട് തന്നെ പവർ കൂടുതൽ നമുക്ക് കിട്ടും. 2 മോട്ടറിൻ്റെയും പവർ നമുക്ക് കിട്ടും. 306 PS പവർ ലഭിക്കും. അതായത് നല്ല രീതിയിൽ പവർ കൂടുതൽ നമുക്ക് ലഭിക്കും ഡ്യുവൽ മോട്ടറാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ടോർക്കും കൂടുതലായിരിക്കും. 504 Nm ടോർക്കും നമുക്ക് ഇതിനകത്ത് ലഭിക്കും. സോ അതാണ് all-wheel ഡ്രൈവിൻ്റെ കാര്യം. ഇനി റിയർ വീൽ ഡ്രൈവിൽ 75 kWh ബാറ്ററി പാക്ക് ഉള്ളതിൻ്റെ പവർ വരുന്നത് 209 PS പവറും അതുപോലെ വരുന്നത് നമുക്ക് 315 Nm ടോർക്കുമാണ്. സോ ഇതാണ് പവർ ടോർക്ക് വേരിയേഷൻ. all-wheel ഡ്രൈവിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡ്യുവൽ മോട്ടർ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പവർ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. 306 PS പവറാണ് ലഭിക്കുന്നത്. സോ അതാണ് ഏറ്റവും പീക്ക് പവറും പീക്ക് ടോർക്കും വരുന്നത്. സോ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടെറൈൻ കൂടി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ടാറ്റ ഒരു ടെറൈൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് സ്ലോപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ ഗ്രേഡിയൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, റോക്സ് ഉണ്ടായിരുന്നു, വുഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്ലഷ്, സാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സോ അതിനകത്തൂടെ ഉള്ളൊരു എക്സ്പീരിയൻസും ആക്ച്വലി നല്ലതായിരുന്നു. കാറ് ഒരുപാട് ഈ ഒരു വാഹനം നമുക്കൊരു അത്യാവശ്യം ടെറൈൻ മാറിയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന, റോഡല്ലാതെ നമ്മളൊരു ഓഫ് റോഡെന്ന് ഞാൻ പറയില്ല, ഒരു ഡിഫറെൻറ്റ് ടെറൈനിലൂടെ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ അത് കേപ്പബിൾ ആണോ അല്ലോ എന്നറിയാൻ പറ്റുന്ന രീതിയിലുള്ള ടെറൈനിലൂടെ ആയിരുന്നു. അതിനകത്ത് ഈവൻ ഒരു 38-40 ഡിഗ്രീസിലൊക്കെ ആ ഒരു സ്ലോപ്പിൽ നമ്മൾ ഇങ്ങനെ നിന്നതും കാർ വളരെ ഭംഗിയായിട്ട് ഇത് ഹാൻഡിൽ ചെയ്തു. കാരണം അതിൻ്റെ CG ഒത്തിരി അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സ്ലഷിലാണെങ്കിലും കാർ മാനേജേഴ്സ് ബൈ ഇറ്റ് സെൽഫ്. ഈവൻ ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ്, ടെറൈൻ മോഡ്സ്, ഡിഫറെൻറ്റ് ടെറൈൻ മോഡ്സ് ഉണ്ട്. ഇതിനകത്ത് ഏകദേശം 6 ഡിഫറെൻറ്റ് ടെറൈൻ മോഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ടെറൈനിലും നമുക്ക് ആ ഒരു മോഡിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്കത് ടെറൈൻ കവർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് സ്നോ ഉണ്ട്, അതുപോലെ മഡുണ്ട്. മഡിനകത്തൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാൻഡ് ഓൾസോ കുറച്ചും കൂടി പവർ നമ്മുടെ വീൽസിലേക്ക് കൊടുത്ത് ആവശ്യമുള്ള വീൽസിലേക്ക് ആ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, കാരണം കുറച്ചും കൂടി ഒരു പവർ നമുക്ക് ആ ഒരു മോഡ്സ് മാറ്റുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ റോക്കിലാണെങ്കിലും നമുക്കത് ജസ്റ്റ് ക്രോൾസ് ബൈ ഇറ്റ് സെൽഫ്, നമുക്ക് വലിയൊരു എഫേർട്ടൊന്നും കൊടുക്കാതെ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഈ ടെറൈൻ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പല ടെറൈനിലും വെച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഡ്രൈവ് മോഡ്സും നമുക്ക് സിറ്റിയാണ് ഒരു ഡീഫോൾട്ട് മോഡായിട്ട് വരുന്നത്. അത് കൂടാതെ ഈക്കോ ഉണ്ട്. ഈക്കോ മോഡിലാണെങ്കിൽ കുറച്ചും കൂടെ റേഞ്ച് നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. അത് കൂടാതെ സ്പോർട്ട് മോഡുണ്ട്. സ്പോർട്ട് മോഡിൽ വരുമ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സിൻ്റെ റേഞ്ച് സ്പോർട്ട് മോഡിലിടുമ്പം പെട്ടെന്ന് ഡ്രോപ്പ് വരുന്നുണ്ട്. അത് കൂടാതെ ബൂസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ മോഡ് നമുക്ക് 50% കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബൂസ്റ്റ് മോഡ് നമുക്ക് ഓൺ ആവുകയുള്ളൂ. 50% മുകളിൽ ചാർജ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ റേഞ്ച് നമ്മുടെ നോർമൽ മോഡിൽ നിന്ന്
ബൂസ്റ്റ് മോഡിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 50-60 കിലോമീറ്റേഴ്സിൻ്റെ ഡ്രോപ്പും നമുക്ക് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പവർ ഇതുപോലെയാണ്. ക്യാമറ പിടിച്ചുകൊണ്ടിരുന്ന വിപിൻ പോലും തെറിച്ചു പോയി എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അത്രയും ആ ഒരു ഇൻസ്റ്റൻറ്റ് പവറിലാണ് നമുക്ക് ബൂസ്റ്റ് മോഡ് കിട്ടുന്നത്. സ്പോർട്ട് മോഡും തെറ്റില്ലാത്ത രീതിയിൽ ഉണ്ട്. സോ ദാറ്റ് ഈസ് ആ ഒരു മോഡ് ഡിഫറൻസിൽ വരുന്ന വ്യത്യാസങ്ങൾ അതൊക്കെയാണ്. സോ ഡ്രൈവ് ഫീലിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു പ്ലാന്റഡ് ഫീലുണ്ട്, ഒരു കോൺഫിഡൻസും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിൻ്റെ ഒരു ഐസി എഞ്ചിനായിട്ട്, സിയറയുടെ തന്നെ ഐസി എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റ് ഫീലാണ് വരുന്നത്. സ്റ്റിയറിംഗ് അങ്ങനെ ഓവർ ലൈറ്റ് ആയിട്ടൊന്നുമല്ല, ഓവറോൾ ഇലക്ട്രിക്കിൻ്റെ ആ ഒരു ലൈറ്റ്നെസ് നമുക്ക് ഇതിലും ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പവർ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം വന്നു കഴിയുമ്പോൾ ആ ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഫീൽസ് കോൺഫിഡൻറ്റ്, ആ ഒരു പ്ലാന്റഡ് ഫീലുണ്ട്. ഈവൻ ആ ഒരു സ്റ്റിഫ്നെസ് സസ്പെൻഷനിൽ പല സ്ഥലത്തും നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ റിയർ സസ്പെൻഷൻ നോക്കിയാൽ അല്ലെങ്കിൽ ബാക്ക് സീറ്റിലിരിക്കുന്ന സമയത്ത് ഒരു സോഫ്റ്റ് കംഫർട്ടബിൾ ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് സ്റ്റിഫല്ല, നമ്മൾ മറ്റുള്ള ഒരു പവറുള്ള ഇലക്ട്രിക് കാർസ് ഒക്കെ നോക്കുന്ന ആ ഒരു സ്റ്റിഫ്നെസ്സിലേക്ക് വരുന്നില്ല. അത്രയും സ്റ്റിഫല്ല. സസ്പെൻഷൻ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് സൈഡാണ്. പക്ഷേ എ ബിറ്റ് ഓഫ് സ്റ്റിഫ്നെസ് ഇസ് ദെയർ. ആ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രൈവബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിഫ്നെസ് നൽകിയിട്ടുണ്ട്. റീജനറേഷൻ നമുക്ക് 3 സ്റ്റെപ്പിൽ നമുക്ക് റീജനറേഷൻ ഉണ്ട്. L1, L2, L3 എന്ന് പറയുന്ന 3 സ്റ്റെപ്പിൽ നമുക്ക് റീജനറേഷൻ കിട്ടുന്നുണ്ട്. ആ റീജനറേഷൻ L3-ലാണെങ്കിൽ കുറച്ചും കൂടി റേഞ്ച് നമുക്ക് ബെറ്റർ ആയിട്ട് ലഭിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു റേഞ്ച് കാൽക്കുലേഷൻ വന്നു കഴിയുമ്പം നമ്മൾ ആക്സിലറേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് റേഞ്ചിന് ഡ്രോപ്പ് കുറച്ചും കൂടി അഗ്രസീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു നോർമൽ രീതിയിലൊക്കെ ഡ്രൈവ് ചെയ്യുകയാണ്, ഒരു സിംഗിൾ ഹാൻഡഡ് ഡ്രൈവിംഗ് ഒക്കെ ആണ് എങ്കിൽ റേഞ്ച് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ റിയൽ വേൾഡ് റേഞ്ച് നമ്മളൊരു 510 പറയുന്നുണ്ടെങ്കിലും അതിലുമൊക്കെ കുറയാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് എന്നുള്ളത്. പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ അധികം ഒന്നും ഇലക്ട്രിക് കാർ ആകുമ്പോൾ അത് പറയേണ്ട കാര്യമില്ല. ബിക്കോസ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് സാധാരണ ഇലക്ട്രിക് കാറിൽ നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഇത് ഈ ഒരു വാഹനത്തിലും വ്യത്യസ്തമൊന്നുമല്ല. 0 to 100 എത്താനെടുത്ത ടൈം എന്ന് പറയുന്നത് വെറും 5.8 സെക്കൻഡ്സ് മാത്രമാണ്. അത് ശരിക്കും ഇപ്പോൾ പോലും ഞാനൊന്ന് ചെറുതായിട്ട് ഇപ്പോൾ ഈക്കോ മോഡിലായിട്ടും ഞാൻ ആക്സിലേഷൻ കൊടുക്കുകയാണ്. സീ ദ ഡിഫറൻസ്. പവർ ഡെലിവറി, പവർ ഇലക്ട്രിക് കാറിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്, ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. തിരിച്ച് ഈ ഒരു 100 കിലോമീറ്റേഴ്സിൽ നമ്മൾ പോയിട്ട് 0-ലേക്ക് എത്താനെടുക്കുന്ന ടൈമാണ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. ഇന്നലെ നമ്മൾ ആ ഒരു ട്രാക്കിൽ വെച്ചൊരു ബ്രേക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ കൈ വിട്ടിട്ടാണെങ്കിലും നമ്മൾ 100 km/h പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ വാഹനത്തിനില്ല. 0-ലേക്ക് എത്താൻ ഇറ്റ് ടേക്സ് ഓൺലി ഫ്യൂ സെക്കൻഡ്സ്, ലെസ് ദെൻ 3 seconds ഓർ സംതിങ്. അത്രയും പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളിതിൻ്റെ അടുത്ത്. സോ ബ്രേക്കിംഗ് വാസ് ഗുഡ്. ബ്രേക്കിംഗ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ വാഹനം പുതിയതാണ്, അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് നന്നായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ബ്രേക്കിംഗ് വാസ് ഗുഡ്. നമ്മൾ ടാറ്റയുടെ മറ്റ് ഇലക്ട്രിക് കാർസിൽ കണ്ടിരിക്കുന്ന പോലെ ആ റേഞ്ചിൻ്റെ ഒരു വേരിയേഷൻ നന്നായിട്ട് നമ്മൾ ഇപ്പം കർവൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു വേരിയേഷൻ നമ്മൾ ഡ്രൈവിംഗ് സിറ്റുവേഷൻ, ഡ്രൈവിംഗ് രീതികളൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ടെന്നുള്ള കാര്യം. ആ ഒരു വ്യത്യാസം തന്നെ എനിക്ക് ഇവിടെയും അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം 88%-ലാണ്. ഇപ്പം 413 കിലോമീറ്റേഴ്സായി നമ്മൾ ഈക്കോ മോഡിൽ പോലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ബിക്കോസ് ഞാൻ ആ ഒരു ഡ്രൈവിംഗ് വേരിയേഷൻ നന്നായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടല്ല ഡ്രൈവ് ചെയ്ത്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം കുറച്ച് 100 പോവും, കുറച്ച് 120 പോവും, കുറച്ച് 80 പോവും, കുറച്ച് സ്ലോ ആയിട്ട് പോവും, ടൗൺ ഡ്രൈവ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നതിൻ്റെ ആ ഒരു വേരിയേഷൻ നിങ്ങൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് റേഞ്ചിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ ഇന്നലെ ട്രാക്കിൽ ഡ്രൈവ് ചെയ്ത സമയത്താണെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി അല്ലെങ്കിൽ ഒരു റൈഡ് ക്വാളിറ്റി എനിക്ക് ട്രാക്കിൽ ഡ്രൈവ് ചെയ്തപ്പം ആക്ച്വലി ഐ ഫെൽ ഗുഡ് ബിക്കോസ് ദർ വാസ് പവർ. പക്ഷേ ടേൺസ് എല്ലാം എടുക്കുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസ് അല്ല. ഹെവി ടേൺ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് അത് ഒരു പക്ഷേ അതിൻ്റെ ഹൈറ്റും ഒക്കെ ഡിപ്പെൻഡ് ആയിരിക്കും. എസ്പെഷ്യലി ടയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതൊരു നോർമൽ ഹൈവേ ഡ്രൈവിനുള്ള ടയേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതെല്ലാം ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു 19-inch വീൽസാണ് ഇതിനകത്ത് വരുന്നത്. എന്നാൽ പോലും ഒരു പക്ഷേ ആ ഒരു ടേൺസ് അല്ലെങ്കിൽ കേർവ് ഒക്കെ എടുക്കുന്ന സമയത്ത്, ട്രാക്കിലെ കേർവാണ് കേട്ടോ, കേർവ് എടുക്കുന്ന സമയത്ത് ഒരുപാട് നമുക്കൊരു ചെറിയൊരു ഹൈ സ്പീഡ് കുറച്ച് ഒരു വേരിയേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ കാർ ടു ഡ്രൈവ് ഓൺ. ഒരു നോർമൽ രീതിയിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും വലിയൊരു വേരിയേഷൻ നമുക്ക് വരുന്നില്ല. നമ്മൾ എനിക്ക് തോന്നുന്നത് പേഴ്സണലാണ്, എനിക്കിതിൻ്റെ IC എൻജിൻ ഓടിച്ചതിലും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് EV ഡ്രൈവ് ചെയ്തപ്പോഴാണ്. IC എൻജിൻ കുറച്ചും കൂടി ഈവൻ ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും കുറച്ചൊരു ഹെവിനെസ് ഉണ്ടായിരുന്നു. ആ ഒരു ഹെവിനെസ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. എന്നാൽ ഇതിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ഫീല് വന്നു. ആ ലൈറ്റ് ഫീല് തന്നെ EV ആണ്. റേഞ്ച് അത്യാവശ്യമുണ്ട് ഓൺ എ നോർമൽ ഡ്രൈവ്. ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ വിത്ത് ദ പ്രൈസിങ് ഇത് തെറ്റുള്ളൊരു കാര്യമായിട്ട് എനിക്ക്, അല്ലെങ്കിൽ ഒരു
മാർക്കറ്റിൽ അത്യാവശ്യം നിൽക്കാൻ സാധ്യതയുള്ളൂ. വിത്ത് ദ നെയിം സിയറ മാർക്കറ്റിൽ അത്യാവശ്യം നിൽക്കാൻ സാധ്യതയുള്ളൊരു വാഹനമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാം കൺസിഡർ ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കോമ്പറ്റീഷനും ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. കോമ്പറ്റീഷൻ നന്നായിട്ടുള്ളൊരു സെഗ്മെൻറ്റാണിത്. ഈ ഒരു സെഗ്മെൻറ്റ്, ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റും ഈ ഒരു റേഞ്ച് സെഗ്മെൻറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ വരുന്നത് ഒന്ന് ഹ്യുണ്ടായി ക്രെറ്റയാണ്. അത് പ്രൈസിൽ ഏകദേശം ക്ലോസ് ആണെങ്കിലും ഇപ്പോൾ റേഞ്ചിൽ ഒരു കമ്പാരിസണിലേക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. റേഞ്ച് കൂടുതൽ ഇതിനാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇപ്പം മഹീന്ദ്രയുടെ B6 കാര്യങ്ങൾ വരും. B6ൻ്റെ പ്ലസും മൈനസും എല്ലാം നമ്മൾ പല ആളുകളിൽ നിന്ന് കേട്ട് വരുന്നത്. ഡിസൈൻ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല, അതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻ പ്രശ്നങ്ങൾ വരും. പക്ഷേ റേഞ്ചിൽ ഏകദേശം സിമിലർ ആണ്. പിന്നെ വരുന്നത് BF7 ആണ്. BF7ലേക്ക് വന്നു കഴിയുമ്പോൾ വെൻഫാസ്റ്റ് എന്ന പുതിയ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ വാഹനം ഓടിച്ചവരെല്ലാം തന്നെ അതിനെപ്പറ്റി നല്ല ഇംപ്രഷൻ പറഞ്ഞു. അതുപോലെ തന്നെ സ്പേഷ്യസ് ആണ്. റേഞ്ചും അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ തന്നെ ഉള്ള റേഞ്ച് ഉണ്ട്. പ്രൈസ് സിമിലർ ടു ദസ്. അങ്ങനെയുള്ള ഒരു നല്ല ഒരുപാട് പ്ലേയേഴ്സ് ഉള്ളൊരു കോമ്പറ്റീറ്റീവ് സ്പേസിലേക്കാണ് ഈ ഒരു വാഹനം വരുന്നത്. സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഒരുപാട് ഫീച്ചേഴ്സും ആ റേഞ്ചിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ക്വാളിറ്റിയിലും എല്ലാം ഒരു കോംപ്രമൈസ് ചെയ്യാതെയാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ടാറ്റ കൊണ്ടുവരുന്നത്, സിയറ.EV.